നമ്മൾ സാധാരണയായി ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പേപ്പറിൻ്റെ മുകളിൽ ഗ്രിഡ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. അതിനായി സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പേപ്പറാണെങ്കിലും ക്യാൻവാസ് ആണെങ്കിലും ഒക്കെ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സർഫസ് ആയിരിക്കും നമ്മൾ എപ്പോഴും വരയ്ക്കാനായി ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നവർക്ക് ഉള്ള അവയർനെസ് വീഡിയോ ആണ് ഇത്. അതിന് നമ്മളെങ്ങനെ വരയ്ക്കാം എന്നാണ് ഈ പറയുന്നത്. നമ്മൾ ശരിക്കും ആ റെക്റ്റാങ്കിൾ പേപ്പറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സർഫസിൻ്റെ മുകളിൽ നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഷർമെൻറ്റ് ഉപയോഗിച്ചോ അതിൻ്റെ തുല്യ ഭാഗങ്ങളായിട്ട് വീതിച്ച് അതിനെ ജോയിൻ ചെയ്തെടുത്താണ് നമ്മൾ സാധാരണ ഗ്രിഡ് വരയ്ക്കാറ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ എളുപ്പത്തിൽ, അതായത് ഒരൊറ്റ തവണ മാത്രം നമ്മൾ മെഷർമെൻറ്റ് എടുത്താൽ അതുകൊണ്ട് നമ്മൾ ആ ഗ്രിഡിനെ ഡെവലപ്പ് ചെയ്ത് എളുപ്പത്തിൽ നമ്മൾ ആ സർഫസിന് മുകളിലേക്ക് ഗ്രിഡിനെ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നമ്മൾ ഭിത്തിയുടെ മുകളിലും, അതായത് വലിയ സർഫസുകൾ വരയ്ക്കുന്നവർക്കുള്ള വളരെ ഉപകാരപ്രദമായിരിക്കും. അതിനാദ്യം വേണ്ടത് നമ്മളെ ഈ സർഫസിനെ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർഫസിനെ, പേപ്പറാണെങ്കിലും നമ്മൾ മതിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിനെ രണ്ടായിട്ട് ഭാഗിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. അതിന് ഉപയോഗിക്കേണ്ട ചരടോ പേപ്പറോ ഉപയോഗിക്കുക. നമ്മളിവിടെ പേപ്പർ ആയതുകൊണ്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് അതിനെ നമ്മളെ സർഫസിൻ്റെ, അതായത് A4 സൈസ് പേപ്പറിനെ രണ്ടായിട്ട് വായിക്കാനായിട്ട് അതിൻ്റെ വീതിക്ക് വെച്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കുമ്പോൾ കറക്റ്റ് നമ്മളെ റെക്റ്റാങ്കിൾ പേപ്പറിൻ്റെ പകുതി അളവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ പകുതി അളവിനെ മാർക്ക് ചെയ്ത് വരച്ച് ഡെവലപ്പ് ചെയ്താണ് നമ്മൾ ഈ ഗ്രിഡിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിന് ആദ്യം വേണ്ടത് നമ്മൾ ഈ പേപ്പർ എടുക്കുക, നമ്മൾ അതിനെ ആ പേപ്പറിൻ്റെ നടുക്ക് മധ്യഭാഗം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗമാണ് നമ്മൾ പേപ്പർ മടക്കിയാൽ മതി. അതിന് വീതി എടുത്തിട്ട് അതിനെ മടക്കിയാൽ ആ കറക്റ്റ് മധ്യഭാഗം നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ മധ്യഭാഗത്തിനെ ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ പേപ്പറിനെ രണ്ടായിട്ട് ആ മധ്യഭാഗം വെച്ച് മടക്കിയിട്ട് നമ്മളതിൻ്റെ മാർക്കിങ് ഏതാ സ്ഥാനങ്ങളിൽ കൊടുത്തിട്ട് ആ കൊടുത്ത മാർക്കിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്രിഡ് ലൈൻ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ സ്കെയിൽ കൊണ്ട് ആ ആ പോയിൻ്റുകളെ ജോയിൻ്റ് ചെയ്താൽ മാത്രം നമുക്ക് ഗ്രിഡ് ലൈൻ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ആദ്യം രണ്ടായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള ആ പേപ്പറിനെ രണ്ടായിട്ടായിരിക്കും വായിക്കുന്നത്. രണ്ട് സ്ക്വയറുകളായിരിക്കും. അതിനെ വീണ്ടും ആ ലൈനുകളിൽ തമ്മിൽ കോണുകൾ ജോയിൻ ചെയ്ത ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സ്കോറുകളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് ഫോളോ ചെയ്താൽ ഇതുപോലെ നമ്മൾ ആ സ്ക്വയറുകൾ ചെറിയ അളവുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കൊണ്ടുവന്ന് അതിനെ വീണ്ടും കോണുകൾ തമ്മിൽ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ആ സ്ക്വയറുകൾ ഏറ്റവും നമ്മൾക്ക് എത്ര ചെറിയ അളവിൽ വേണമെങ്കിലും നമുക്കിത് ഈ റെക്റ്റാങ്കിളിനെ എത്ര ചെറിയ അളവുകളിലേക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ കൊണ്ടുവരുന്ന അളവിനെ നമുക്ക് ഗ്രിഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് വളരെ ഉപകാരപ്രദമാകും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഈ ചെറുതായി കൊണ്ടുവന്ന് നമുക്ക് വരയ്ക്കാം. എൻ്റെ ഈ ചെറിയ ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഷെയർ കൊണ്ട് മാത്രമേ ഒരു ചാനലിന് വളരാൻ സാധിക്കുകയുള്ളൂ എന്നറിയാമല്ലോ. ഈ ടെക്നിക്ക് നിങ്ങൾ എൻ്റെ ചെറിയ അറിവിൽ വെച്ച് നിങ്ങൾക്ക് പകർന്നു തരികയാണ്. ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾക്ക് നിങ്ങൾ വീഡിയോകളാക്കി ഇതുപോലെ പോസ്റ്റ് ചെയ്താൽ എന്നെപ്പോലുള്ള വളർന്നു വരുന്ന ചെറിയ കലാകാരന്മാർക്കും ഇതൊക്കെ വളരെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഈ ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. താങ്ക് യു. വളരെ ഉപകാരം.